ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ അതായത് ടെക്സ്റ്റ് ബുക്കിലെ 9th ചാപ്റ്റർ, ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ, ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ഇതിലെ ടെക്സ്റ്റ് ബുക്കിലെ 142ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദ പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺകേവ് മിറർ. ദ പോയിന്റ് ഓൺ പ്രിൻസിപ്പൽ ആക്സിസിലെ ഒരു പോയിന്റ് ആണ് വേർ ബീം ഓഫ് റേസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്. സാധാരണ ഒബ്ജക്റ്റിൽ നിന്നും ലൈറ്റ് വന്ന് അത് പ്രിൻസിപ്പൽ ആക്സിസിന് അതിന് പാരലായിട്ട് പോയി ഒരു പോയിന്റിൽ കൂടിച്ചേരുന്നു. ബീം ഓഫ് റേസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് മീറ്റ് ആഫ്റ്റർ റിഫ്ലക്ഷൻ ഫ്രം ദ മിറർ ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒബ്ജക്റ്റിൽ നിന്നും പുറപ്പെടുന്ന ലൈറ്റ് റേസ് തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് അത് ഒരു പോയിന്റിൽ കൂടിച്ചേരും. ആ പോയിന്റിനെയാണ് പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്പെറിക്കൽ മിറർ ഈസ് 20 സെന്റിമീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്? ഇതിന്റെ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. റേഡിയസ് ഓഫ് കർവേച്ചർ 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. R is equal to 20 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു R/2 ആണ്, R/2. അപ്പോൾ ഇവിടെ ഈക്വൽ ടു R 20 ആണ്. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ പകുതിയായിരിക്കും ഫോക്കൽ ലെങ്ത്. അപ്പോൾ 20/2 ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണ് ഇതിന്റെ ഫോക്കൽ ലെങ്ത്. ഇതിലെ തേർഡ് ക്വസ്റ്റ്യൻ, നെയിം എ മിറർ that can give an erect and enlarged image of an object. Name a mirror. മിറർ ആണ്. മിറർ നമുക്കറിയാവുന്ന രണ്ടെണ്ണം, കോൺവെക്സും കോൺകേവും. അപ്പോൾ ആ മിററിൽ ക്യാൻ ഗീവ് ആൻ ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ് ഇമേജ്, നിവർന്നതും വലിപ്പമുള്ളതുമായ ഇമേജ് കിട്ടുന്ന മിറർ ഏത്? കോൺകേവ് മിറർ ഗിവ് അസ് ആൻ ഇറക്റ്റ് ആൻഡ് എൻലാർജ്ഡ് ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. നിവർന്നതും വലിപ്പമുള്ളതുമായ ഇമേജ് നൽകുന്നത് കോൺകേവ് മിററാണ്. കോൺവെക്സ് മിററിൽ വൈഡ് ഏരിയ കവർ ചെയ്യും, പക്ഷേ ഇമേജ് ചെറുതായിരിക്കും. അപ്പോൾ കോൺകേവ് മിററാണ് നിവർന്നതും വലിപ്പമുള്ളതുമായ ഇമേജ് കിട്ടുന്നത്. കോൺകേവ് മിററിൽ ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ഉണ്ട്, അതുപോലെ തലയും കുത്തി താഴേക്ക് നിൽക്കുന്ന ഇമേജും ഉണ്ട്. പക്ഷേ നമുക്ക് വിർച്വലായിട്ടുള്ള ഇമേജ് ബിഹൈൻഡ് ദ മിറർ നമുക്ക് കിട്ടുന്നത് കോൺകേവ് മിററിൽ നിവർന്നതും വലിപ്പമുള്ളതുമായ ഇമേജ് ആയിരിക്കും. ഇതിലെ ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഡു വി പ്രിഫർ എ കോൺവെക്സ് മിറർ ആസ് എ റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ്? എന്തുകൊണ്ടാണ് വണ്ടികളിലെ റിയർ വ്യൂ മിറർ കോൺവെക്സ് മിറർ വെക്കാനുള്ള കാരണം? അവിടെ നമ്മുടെ ആവശ്യം ഇമേജ് ചെറുതാണെങ്കിലും നമുക്ക് വൈഡ് ഏരിയ കവർ ചെയ്യണം. ഒരു വണ്ടിയുടെ പുറകിൽ നമ്മൾ റിയർ വ്യൂ മിററിൽ വണ്ടിയുടെ പുറഭാഗം കാണുമ്പോൾ വണ്ടിയുടെ ബോഡിയും അതുപോലെ പുറകിലുള്ള ഒരു വൈഡ് ഏരിയ നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് ഏത് മിററാണ്? ഇത് കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിറർ എന്തിനു ഉപയോഗിക്കും? കോൺവെക്സ് മിറേഴ്സ് ആർ യൂസ്ഡ് ആസ് എ റിയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസ് ഡ്യൂ ടു ദ ഫോളോയിങ് 2 റീസൺസ്. അതിലൊന്ന്, എ കോൺവെക്സ് മിറർ പ്രൊഡ്യൂസസ് ആൻ ഇറക്റ്റ്, വിർച്വൽ ആൻഡ് ഡിമിനിഷ്ഡ് ഇമേജ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ വിർച്വൽ ആണ്, ബിഹൈൻഡ് ദ മിറർ ആണ് നമുക്ക് കാണാൻ പറ്റുക. ഡിമിനിഷ്ഡ് ആയിരിക്കും, അതുപോലെ നിവർന്ന ഇമേജ് ആയിരിക്കും. രണ്ടാമത്തെ കാരണം, എ കോൺവെക്സ് മിറർ ഈസ് കർവ്ഡ് ഔട്ട്വാർഡ്സ് സോ ഇറ്റ് ഹാസ് എ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ വിച്ച് എനേബിൾസ് ഡ്രൈവർ ടു വ്യൂ മച്ച് ലാർജർ ഏരിയ. ഇപ്പോൾ ഇത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ് കോൺവെക്സ് മിറർ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് വരുന്ന റേസ് ഒരു വൈഡർ ഏരിയ ആയിരുന്നു, വളരെ കൂടുതൽ ഏരിയയിൽ നിന്നും. പ്ലെയിൻ മിറർ ആണെങ്കിൽ അതിന് നേരെയുള്ള കുറച്ച് ഏരിയ കവർ ചെയ്യാൻ പറ്റുള്ളൂ. കോൺവെക്സ് മിററിന് വൈഡ് ഏരിയ കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഏരിയയിലുള്ള കാര്യങ്ങൾ നമുക്ക് ആ ചെറിയ മിററിൽ കൂടി കാണാൻ പറ്റും. ഇപ്പോൾ ഡ്രൈവർക്ക് ആവശ്യം അതാണല്ലോ. അപ്പോൾ ഈ കോൺവെക്സ് മിറർ ഈസ് കർവ്ഡ് ഔട്ട്വാർഡ് സോ ഇറ്റ് ഹാസ് എ വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ which enables the driver to view much larger area. അടുത്തത് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ 145ാമത്തെ പേജിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ
ഹൂസ് റേഡിയസ് ഓഫ് കർവേച്ചർ ഈസ് 32 സെന്റിമീറ്റർ. 6 റേഡിയസ് ഓഫ് കർവേച്ചർ 32 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഫോക്കൽ ലെന്ത് കണ്ടുപിടിക്കുക. R is equal to 32 സെന്റിമീറ്റർ. അപ്പോൾ F is equal to R by 2 ആണ്, ഈക്വൽ ടു 32 divided by 2 equal to 16 സെന്റിമീറ്റർ. 16 സെന്റിമീറ്റർ ആണ് ഈ മിററിന്റെ ഫോക്കൽ ലെന്ത്. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ കോൺകേവ് മിറർ പ്രൊഡ്യൂസസ് 3 times മാഗ്നിഫൈഡ്, അതായത് എൻലാർജ്ഡ് ഇമേജ്, വലിയ ഇമേജ്, റിയൽ ഇമേജ് ഓഫ് ആൻ ഒബ്ജെക്ട് പ്ലേസ്ഡ് അറ്റ് 10 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ്. വേർ ഈസ് ദ ഇമേജ് ലൊക്കേറ്റഡ്? ഒരു കോൺകേവ് മിറർ 3 times മാഗ്നിഫൈഡ് റിയൽ ഇമേജ് ആണ് ഉണ്ടാക്കുന്നത്. ഒബ്ജക്റ്റ് 10 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ഇറ്റ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് ഒബ്ജക്റ്റും ലെൻസുമായിട്ടുള്ള ദൂരം തന്നിട്ടുണ്ട്. ഇമേജ് എവിടെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ നമുക്ക് മാഗ്നിഫിക്കേഷൻ തന്നിട്ടുണ്ട്. തന്നിട്ടുള്ള കാര്യം ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഫ്രം ദ മിറർ, അത് യു ഈക്വൽ ടു 10 എന്നാണ് പറഞ്ഞിരിക്കുന്നപ്പോൾ -10 സെന്റിമീറ്റർ. യു എന്ന് പറയുന്നത് ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ അനുസരിച്ച് പോളിൽ നിന്നും അല്ലെങ്കിൽ ലെൻസിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ സെക്കൻഡ് ക്വാർട്ടറിലായിരിക്കും നമ്മൾ സാധാരണ കണക്ക് കൂട്ടുന്ന ഒബ്ജക്റ്റ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, അതായത് യു, അതെപ്പോഴും മൈനസ് ആയിരിക്കും. ഇനി തന്നിട്ടുള്ളത് നമുക്ക് മാഗ്നിഫിക്കേഷൻ ആണ്. M ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ്. മൈനസ് V ബൈ യു ആണ്. ഈക്വൽ ടു അത് -3 ആണ്. അപ്പോൾ സംശയം ഇത് എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? ഇവിടെ തന്നിരിക്കുന്ന കാര്യം ഇമേജ് ഫോംഡ് ഈസ് റിയൽ എന്ന് തന്നിട്ടുണ്ട്. റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജ് ആയതുകൊണ്ട് തന്നെ അത് ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിലായിരിക്കും. അപ്പോൾ റിയൽ ഇമേജിന്റെ മാഗ്നിഫിക്കേഷൻ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം റിയൽ ഇമേജ് ആണ്, അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ തന്നെ, സെയിം സൈഡിൽ തന്നെ ആയിരിക്കും. എപ്പോഴും നമ്മൾ ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലാണെന്നാണ് പരിഗണിക്കുക. അപ്പോൾ ആ സൈഡിൽ തന്നെയാണ് റിയൽ ഇമേജ് ഉണ്ടാകുന്നത്. ബിഹൈൻഡ് ദ മിറർ വരുന്നത് വിർച്വൽ ഇമേജ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വാല്യൂ തരുമ്പോൾ, വാല്യൂ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം യു ഇവിടെ നമ്മൾ എപ്പോഴും മൈനസ് ആണ് എഴുതുക. കാരണം ലെഫ്റ്റ് സൈഡിൽ ഒബ്ജക്റ്റ് എന്നാണ് നമ്മൾ റേ ഡയഗ്രം വരയ്ക്കുമ്പോഴൊക്കെ പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂ കാർട്ടീഷ്യൻ സൈൻ അനുസരിച്ച്, ന്യൂ കാർട്ടീഷ്യൻ സൈൻ എന്ന് പറയുന്ന വലിയ കഥയൊന്നുമില്ല. സാധാരണ പണ്ട് പഠിച്ചിട്ടുള്ള, നമ്മൾ ഗ്രാഫിൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് പഠിച്ച അതേ കാര്യം തന്നെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്ന ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യു മൈനസ് ആണ്. അതുപോലെ ഇവിടെ മാഗ്നിഫിക്കേഷൻ പ്ലസോ മൈനസോ ഒക്കെ ആവാം. പക്ഷെ ഇവിടെ റിയൽ ഇമേജ് ആണ്. അപ്പോൾ അത് ഇൻവേർട്ടഡ് ആയിരിക്കും, സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇൻവേർട്ടറും സെയിം സൈഡും ആയതുകൊണ്ട് ഇൻവേർട്ടർ ആകുമ്പോൾ അത് തേർഡ് ക്വാർട്ടറിലേക്ക് പോകും. ഇവിടെ എമ്മിൻ്റെ വാല്യൂ മൈനസ് ആയിരിക്കും. കണ്ടുപിടിക്കേണ്ടത് വി ആണ്, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. വേർ ഈസ് ദ ഇമേജ് ലൊക്കേറ്റഡ് അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ -3 ഈക്വൽ ടു മൈനസ് ഓഫ് വി ബൈ യു ഈക്വൽ ടു മൈനസ് ഓഫ് വി ബൈ യുവിൻ്റെ വാല്യൂ -10 ആണ്. അപ്പോൾ -3 ഇൻറ്റു -10 ഈക്വൽ ടു -v ആണ് കിട്ടുക. 3 ഇൻറ്റു 10 30, -3 ഇൻറ്റു -10 പോസിറ്റീവ് 30 ഈക്വൽ ടു -v ആണ്. അതായത് v ഈക്വൽ ടു -30 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. ദ ഇമേജ് വിൽ ബി ഫോംഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 സെന്റിമീറ്റർ ഇൻ ഫ്രണ്ട് ഓഫ് എ കോൺവെക്സ് മിറർ ഫ്രം ദ പോൾ. ഇവിടെ വിയുടെ സൈൻ മൈനസ് ആണ്, അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇൻ ഫ്രണ്ട് ഓഫ് കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞത്. റിയൽ ഇമേജ് ആണ്, അതുകൊണ്ട് തന്നെ അത് ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് ആണ്. അപ്പോൾ സെയിം സൈഡിൽ തന്നെ ആയിരിക്കും, ഇൻ ഫ്രണ്ട് ഓഫ് ദ മിറർ ആയിരിക്കും. ബിഹൈൻഡ് ദ മിറർ അല്ല. ബിഹൈൻഡ് ദ മിറർ ആണെങ്കിൽ നമുക്ക് ഈ വിയുടെ വാല്യൂ പോസിറ്റീവ് വാല്യൂ കിട്ടിയാണ്.